ശബരിമല മണ്ഡലകാലം ആരംഭിച്ചതോടെ ഇടുക്കി കുമളിയിൽ അയ്യപ്പ ഭക്തർ ദുരിതത്തിൽ. അയ്യപ്പ ഭക്തർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കുമളി ആനവച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ട് തുറന്നു നൽകുന്നതിൽ തടസ്സമുന്നയിച്ച വനം വകുപ്പ് സുപ്രീം കോടതി വിധി നിലനിൽക്കുന്നതിനാൽ ഭക്തർക്ക് പാർക്കിംഗ് ഗ്രൗണ്ട് നൽകാൻ ആകില്ല എന്നാണ് വനം വകുപ്പിന്റെ വാദം. എന്നാൽ അത്തരത്തിൽ ഒരു വിധി ഇല്ല എന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ഇതോടുകൂടി പ്രതിസന്ധിയിലായിരിക്കുന്നത് ഭക്തരാണ്. ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുകയാണ് കുമളി. ക്രിസ്മസ് ന്യൂ ഇയർ അവധിയോടെ വിനോദസഞ്ചാരികളും മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി അയ്യപ്പ ഭക്തരും കുമളിയിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. പാർക്കിംഗ് സൗകര്യമാണ് കുമളിയെ വലയ്ക്കുന്ന പ്രധാന പ്രശ്നം. വനം വകുപ്പിന്റെ അധീനതയിലുള്ള ആനവച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു ഭാഗം ശബരിമല തീർത്ഥാടകർക്കായി തുറന്നു നൽകണമെന്നാണ് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ വനം വകുപ്പ് ഇതിന് തടസ്സം നിൽക്കുകയാണ്. സുപ്രീം കോടതി വിധിയുണ്ടെന്നും കോടതി വ്യവഹാരം നടക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് ശബരിമല തീർത്ഥാടകരുടെ വാഹനം ആനവച്ചാൽ ഗ്രൗണ്ടിൽ പാർക്കിംഗ് വനം വകുപ്പ് പ്രവേശിപ്പിക്കാത്തത്. സാങ്കേതികത്വം എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ സുപ്രീം കോടതി വിധി അവിടെ പാർക്കിങ്ങിന് അയ്യപ്പ ഭക്തരുടെ വാഹനം പാർക്ക് ചെയ്യുന്നൊരു സുപ്രീം കോടതി വിധി ഉള്ളതായിട്ട് യാതൊരു രേഖയും അവർ ഒരിടത്തും പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഉണ്ടോ എന്നുള്ളവർ എനിക്കറിയില്ല. പക്ഷെ ഞാനത് ഫോറസ്റ്റ് അധികൃതരോട് സൗഹാർദ്ദമായിട്ട് ചോദിച്ചു, ആ കോടതി വിധിയുടെ ഡേറ്റ് എങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ നെറ്റിൽ നിന്ന് അതെടുക്കാം. പക്ഷെ അങ്ങനെ ഒരു അവർ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പാർക്കിങ്ങിന്റെ പ്രശ്നം. പക്ഷെ അത് വരുന്ന ദിവസങ്ങളിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉത്കണ്ഠ പഞ്ചായത്ത് സെക്രട്ടറി നിലയ്ക്ക് എനിക്കുണ്ട്. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് 5 കോടി രൂപ മുതൽ മുടക്കിൽ 2019 പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ടൂറിസ്റ്റുകൾക്കും പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന വിധത്തിലായിരുന്നു പദ്ധതി. പാർക്കിംഗ് ഗ്രൗണ്ട് വിട്ടു നൽകില്ല എന്ന കടുംപിടുത്തത്തിൽ വനം വകുപ്പ് തുടരുന്നതോടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റും കുമളി ഗ്രാമപഞ്ചായത്തും ജില്ലാ കളക്ടറെ സമീപിച്ചിട്ടുണ്ട്. ഈ കാര്യം ഞാൻ ബഹുമാനപ്പെട്ട റവന്യൂ സെക്രട്ടറിയുടെ അതുപോലെ തന്നെ ദേവസ്വം സെക്രട്ടറിയുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വനംവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആനച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ ശേഷിക്കുന്ന ഭാഗം ഈ ശബരിമല സീസണിൽ, പ്രത്യേകിച്ച് മകരവിളക്കിനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ തീർത്ഥാടകര് കമ്പം വഴി നമുക്ക് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ അവിടെ വേറൊരു കാര്യം, നമ്മൾ അവിടെ ട്രാഫിക്കിലും നമ്മുടെ ഒരു വൺ വേ സിസ്റ്റം ആ സമയമാകുമ്പോൾ വേണ്ടി ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ കുമളി വഴി വരുമ്പോൾ, കമ്പമേട് വഴി വരുമ്പോൾ അതും നമ്മൾ ധാരണയായിട്ടുണ്ട്. തേനി കളക്ടറും ഇടുക്കി കളക്ടറുമായിട്ടുള്ള മീറ്റിംഗിൽ ആ ട്രാഫിക് സംബന്ധമായിട്ട് എല്ലാ കാര്യത്തിലും ധാരണയായിട്ടുണ്ട്. പക്ഷെ ഈ സൂചിപ്പിച്ച സംഗതി, അതായത് നമ്മുടെ അവിടുത്തെ ആനച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ടിന് ശേഷിക്കുന്ന ഭാഗം കൂടി ഉപയോഗിക്കാൻ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അതിൽ പരിഹരിക്കാൻ പറ്റും. അത് മിക്കവാറും നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ വനംവകുപ്പിന് നിർദ്ദേശം കൊടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതേസമയം ആനവച്ചാൽ പാർക്കിംഗ് ഗ്രൗണ്ട് സ്ഥിതി ചെയ്യുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ ആണെന്നും ടൈഗർ റിസർവുമായി ബന്ധപ്പെട്ട ടൂറിസം പരിപാടികൾക്ക് മാത്രമേ സ്ഥലം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുമാണ് പെരിയാർ ടൈഗർ റിസർവിന്റെ നിലപാട്. ജനം, ഇടുക്കി.